ഹൃദയപൂർവ്വം സിനിമയുടെ ഭാഗത്തുനിന്ന് കുറേയധികം ലൊക്കേഷൻ സ്റ്റില്ലുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ ഷൂട്ടിംഗ് 61-ാം ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമയുടെ ലൊക്കേഷനിൽ സത്യനന്ദിക്കാട് ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ഒരു ചിത്രം വന്നിട്ടുണ്ട്. സാധാരണ നാട്ടുമ്പുറം പശ്ചാത്തലത്തിലാണ് സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ പറഞ്ഞു പോകാറുള്ളത്. അതുപോലെ നാട്ടിലെ ബസ്സുകളൊക്കെ ആ ഒരു സിനിമകളിൽ കാണാറുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്ററൊക്കെ സത്യനന്ദിക്കാടിൻ്റെ ഫ്രെയിമിൽ വരുമ്പോൾ സത്യനന്ദിക്കാട് എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. സത്യനന്ദിക്കാടിൻ്റെ മുൻ ചിത്രങ്ങളെ പോലെയല്ല ഹൃദയപൂർവ്വം, വളരെ വ്യത്യസ്തമായൊരു സിനിമയാണെന്ന് ലാലേട്ടൻ ഒരു ഫംഗ്ഷനിൽ പറഞ്ഞതാണ്. എന്തൊക്കെയായാലും മികച്ചൊരു സിനിമയായിട്ട് ഹൃദയപൂർവ്വം മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ ഓണം റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി ലാലേട്ടൻ്റെ ലൈനപ്പിലേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രൊജക്റ്റും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു ഡയറക്ടറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ പലർക്കും ഇഷ്ടാവില്ല. കാരണം അടുത്ത ലാലേട്ടൻ്റെ ലൈനപ്പിലേക്ക് വരുന്ന ചിത്രം ഷാജി കൈലാസിൻ്റെ ചിത്രമാണ്. ഷാജി കൈലാസ് അവസാനമായിട്ട് ലാലേട്ടനെ വെച്ച് ചെയ്ത ചിത്രം അലോണാണ്. ആ ഒരു സിനിമയുടെ അവസ്ഥ ഞാനിനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലാലേട്ടൻ്റെ ഏതെങ്കിലും സിനിമ മോശമായാലും ഹിറ്റായാലും എലോൺ എന്ന സിനിമ വെച്ചിട്ടാണ് ഹേറ്റേഴ്സ് ലാലേട്ടനെ കളിയാക്കാറുള്ളത്. ഷാജി കൈലാസ് ഒരു മോശം ഡയറക്ടറാണെന്നല്ല ഞാൻ പറയുന്നത്. നരസിംഹം പോലുള്ള മാസ് സിനിമകളൊക്കെ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ സാധിക്കും. പക്ഷേ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പൃഥ്വിരാജിൻ്റെ കടുവ സിനിമയ്ക്ക് ഒരു ആവറേജ് സ്ക്രിപ്റ്റാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഷാജി കൈലാസിനായാലും വൈശാഖിനായാലും നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ലാലേട്ടനെ വെച്ച് ഇനിയും നല്ല മാസ് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അലോണ് പോലുള്ള സിനിമകളാണെങ്കിൽ ലാലേട്ടനെ വെച്ച് ഷാജി കൈലാസ് ഇനി ചെയ്യരുതേ എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ.